ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഓരോ ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും അഭിമാനമുള്ള ഒരു ദിവസത്തിലുമാണ് നാം ഓരോരുത്തരും. ആദ്യമായി ഈ കാലാവസ്ഥ പ്രതികൂലമായിട്ട് പോലും നിങ്ങളെല്ലാവരും അവിടെ എത്തിച്ചേർന്നു എന്നുള്ളത് തന്നെ നമ്മളിലുള്ള ദേശസ്നേഹത്തിന്റെ ആ ഒരു വലുപ്പം അത് വിളിച്ചോതുകയാണ്. കാരണം നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി നമ്മുടെ പൂർവികർ അവർ വഹിച്ച ത്യാഗങ്ങളുണ്ട്. ആ ത്യാഗം വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ വളരെ ചെറുതാണ്. ഈ മഴയത്ത് പോലും നമ്മൾ എത്തിയത്. പക്ഷേ അതെത്താനുള്ളത് ഈ വർത്തമാന കാലഘട്ടത്തിൽ അതെത്താനുള്ള ഒരു മനസ്സ്, ഒരു ദേശീയത, ഒരു നാനാത്വത്തിൽ ഏകത്വം, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഇന്ത്യയുടെ പൈതൃകത്തിൽ ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായി എന്നുള്ളത് തന്നെയാണ് ഈ സ്വാതന്ത്ര്യ ദിനത്തിന്റെ പ്രത്യേകതയും. ആ ഒരു മനസ്സ് എന്തിന്റെ മുന്നിൽ വേണ്ടി വന്നാലും അത് നമ്മൾ വിട്ടുവീഴ്ചയില്ലാതെ അത് നിലനിർത്തിക്കൊണ്ട് ഇന്ത്യയുടെ ആ പൈതൃകം കാത്തുസൂക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും, ഇപ്പൊ നമ്മളുടെ ഇസാരെ ജഹാൻ സച്ചിന്റെ വന്ദേമാതരം ചൊല്ലി. ഇപ്പൊ നമുക്കറിയാം, നമുക്കൊരു സംസ്കാരം ഉണ്ടായിരുന്നു. ബംഗാളി സാഹിത്യകാരൻ ബങ്കീം ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേമാതരവും ഉറുദു കവി മുഹമ്മദ് ഇക്ബാലിന്റെ സാരേ ജഹാൻ സച്ചയും രവീന്ദ്രനാഥ ടാഗോറിന്റെ ജനഗണമനയും ഒരേ മനസ്സോടുകൂടെ കണ്ടിരുന്നവരും ഒരേ നാവ് കൊണ്ട് ചൊല്ലിയിരുന്നവരാണ് നാം. പക്ഷെ നമ്മളുടെ ചിന്തകൾക്കൊക്കെ എവിടെയൊക്കെയോ ആരൊക്കെയോ നമ്മളുടെ ചിന്തകളെ മറ്റു പല വഴിക്കും തിരിച്ചുവിടുമ്പോഴും നാം ഒന്ന് മനസ്സിലാക്കണം. കാരണം നമുക്കിന്ന് ജയ് ഹിന്ദ് എന്ന് പറയാനുള്ള ഒരവസ്ഥ പോലും ഇല്ലാതെയായിരിക്കുന്നു എന്നുള്ളത് വളരെ വേദനയോടുകൂടെ നമ്മൾ ഓർക്കുകയാണ്. അപ്പോ അവസാനമായി എനിക്ക് നമ്മളോട് മറ്റേ ഓരോരുത്തരോടും പറയാനുള്ളത്, അത് എന്നോടടക്കം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പൂർവികർ കാണിച്ചു തന്ന ആ ഒരു നാനാത്വത്തിൽ ഏകത്വം എന്ന ആ ഒരു സംസ്കാരം നമ്മുടെ മനസ്സിൽ അത് വിട്ടുവീഴ്ചയില്ലാതെ നമ്മൾ ഊട്ടി ഉറപ്പിക്കണം. അത് ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് ഒരേ സ്വരത്തിൽ നമുക്ക് പറയാൻ കഴിയണം, ജയ് ഹിന്ദ്.